ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 62. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവൻ കയ്യിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഹല്ലേലൂയാ. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവൻ ആക്രമിക്കും. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പലരെയും വേദനിപ്പിച്ചിട്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. തേളെങ്ങനെ കുത്തുന്നു അതുപോലെ മനുഷ്യനെ കുത്തി 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 വേദനിപ്പിച്ചും കൊണ്ടേ ഇരിക്കുകയാണ് മനുഷ്യന്മാർ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും വാക്കുകൊണ്ടോ എന്തെങ്കിലും ഒരു ഫോൺ വിളിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒരു കുത്തണം, ഒറ്റ വിചാരത്തിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഒരു നാളും കുലുങ്ങിപ്പോവില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ ആശ്രയം കർത്താവിലാണ്. അതുകൊണ്ട് അവൻ ഒരു നാളും കുലുങ്ങിപ്പോവില്ല, ഒരു നാളും തളർന്നു പോവില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ മൗനമായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവനക്കുള്ളതല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ മൗനമായിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? ഹല്ലേലൂയ. എൻ്റെ വേദനകൾ എങ്ങനെയാണ്? ദൈവമേ, എന്നെ രക്ഷിക്ക്. ഹല്ലേലൂയ. എൻ്റെ ആശ്രയം അങ്ങാണ്, എൻ്റെ രക്ഷ അങ്ങാണ്, എൻ്റെ പ്രത്യാശ അങ്ങാണ്. കർത്താവേ, അങ്ങനെ രക്ഷിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ രക്ഷിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ. ആരെങ്കിലും നമ്മളെ പരിഹാസിച്ചാൽ അതിനെ കണ്ട് വേദനിക്കണ്ട. ആരെങ്കിലും നമ്മളെ പരദൂഷണം പറഞ്ഞാൽ അതിനെ കണ്ട് സങ്കടപ്പെടണ്ട. ഹല്ലേലൂയ. കാരണം അവൻ്റെ തലയിൽ അവരെന്നെ തീക്കണൽ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടാണ്ട് പരദൂഷണങ്ങൾ പറഞ്ഞ് അവൻ്റെ തലയിൽ അവരെന്നെ സ്വയം തീക്കണൽ വാരിക്കൂട്ടുകയാണ്. ഹല്ലേലൂയ. അത് അവർ തിരിച്ചറിയുന്നില്ല. കാരണം അവർക്ക് ദൈവഭയമില്ല, ദൈവഭക്തിയില്ല. പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, എൻ്റെ വീട്ടുപേര് അതാണെന്ന് പറഞ്ഞിട്ട് നടക്കേണ്ടവർ ഓരോരോ ആൾക്കാർ. കാരണം വചനം പഠിക്കുന്നില്ല. 80 വയസ്സായാലും പഠിക്കില്ല, 90 വയസ്സായാലും പഠിക്കില്ല, 60 വയസ്സായാലും പഠിക്കില്ല, 65 വയസ്സായാലും പഠിക്കുന്നില്ല. ഞങ്ങളൊരു കുരിശ് വരയ്ക്കുമ്പോൾ ഒരു കൊന്ത ചൊല്ലും. അതുകൊണ്ട് നീ സ്വർഗത്തേക്ക് പോകുക, എവിടെയും നീ എത്തില്ല. കർത്താവിൻ്റെ വേദം പഠിക്കണം. പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വേദങ്ങൾ പഠിക്കണം. അപ്പോഴേ നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പരിശുദ്ധ ആത്മാവ് നീ പ്രാപിച്ചിരിക്കണം. നിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവുണ്ടാ? പരദൂഷണം പറയണം, നിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവുണ്ടാ? പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നെളിഞ്ഞു കുത്തിരുന്നിട്ട് കാര്യമില്ല. പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വേദങ്ങൾ പഠിക്കണം. ആദ്യം എൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ, കർത്താവേ നാ ഒന്നുമില്ല, രാവിലെ പൂത്ത് വൈകുന്നേരം വാടിപ്പോണ പൂവാണ് എന്ന് പറഞ്ഞിട്ട് എളിമയോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഏറി വന്ന 70 80 വേഗം തീരുകയും നീ പറന്നു പോകുമെന്ന് പറഞ്ഞ് സങ്കീർത്തനങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആയുസ് അത്രയേ ഉള്ളൂ. എന്നിട്ടാണ് മനുഷ്യന്മാരിങ്ങനെ നെകളിക്കുന്നത്. ദൈവഭയമില്ല, ഭക്തിയില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവൻ കയ്യിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറയാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ദീർഘായുസ്സുള്ളവനായി ജീവിച്ച് ഐശ്വര്യവാനായി രാജാവായി ജീവിച്ചു മരിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം.
ഈ വചനം ധ്യാനിപ്പാ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.